Hello dear children, welcome to Kids Area Online. Class 4 EVS exam കഴിഞ്ഞിരിക്കുകയാണ്. Question paper നോക്കാം. Okay. Kids Area Online കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ആണ് ലൈവ് ക്ലാസ് വരുന്നത്. അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. അതോടൊപ്പം ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അടുത്ത ബാച്ച് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക. മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനും ഇപ്പോൾ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ മാർച്ചിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഒന്നാമത്തെ ആക്ടിവിറ്റി സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. 4ാം ക്ലാസ്സിന്റെ EVS ആണ്. തെറ്റിപ്പോയി, 4ാം ക്ലാസ്സിന്റെ EVS ആണ്. ഓക്കെ, EVSൽ ആക്ടിവിറ്റി 1A-യും 1B-യും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ആർട്ട് ഫോംസ് ഗിവൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നൽകിയിട്ടുള്ള ആർട്ട് ഫോം ഏതൊക്കെയാണ്? ഓട്ടം തുള്ളൽ, തുള്ളൽ ഇവിടെയുണ്ട്. ഇത് കഥക്കാണെന്ന് നമുക്കറിയാം. കഥകളി, ഇവിടെ ഒപ്പനയാണ് നമുക്കറിയാം. കഥകളിയും ഒപ്പനയാണ് ഇവിടെ ആദ്യത്തെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് എനി ഓഫ് ദീസ് ആർട്ട് ഫോംസ്. ഇതിലുള്ള ഏതെങ്കിലും ആർട്ട് ഫോമിനെ കുറിച്ച്, കഥകളിയെ കുറിച്ചോ ഒപ്പനയെ കുറിച്ചോ ഓട്ടം തുള്ളലിനെ കുറിച്ചോ ചെറിയ നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ബി ചോദ്യം. സി ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ and write them down. ഇതിൽ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ഉത്തരം എന്ന് പറയാനാണ് പറയുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് കഥകളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ. കഥകളി എന്ന് പറയുന്നത് സംഘനൃത്തം എന്നാണ് പറയുന്നത്. സോങ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ സങ് ഫോർ മാർഗം കളി. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗം കളിയിൽ ആലപിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തത് തെറ്റാണ്, രണ്ടാമത്തത് ശരിയാണ്. മൂന്നാമത്തത്, ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോം ഡ്യൂറിംഗ് വെഡിങ് സെലിബ്രേഷൻ. വിവാഹ ആഘോഷങ്ങളിലെ സംഘനൃത്തമാണ് ഒപ്പന, അതും ശരിയാണ്. ദ വിർച്യൂസ് ഓഫ് ദ ഗ്രൂം ആർ പ്രസന്റഡ് ബിഫോർ ദ ബ്രൈഡ് ത്രൂ ദ മംഗളം കളി സോങ്. മണവാളന്റെ ഗുണഗണങ്ങൾ മണവാട്ടിക്ക് മുമ്പിൽ മംഗളം കളി പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഡി ഇവിടെ ശരിയായി വരുന്നത് ബിയും സിയും ആണ് കറക്റ്റ്. ബിയും സിയും ആണ് കറക്റ്റ്, ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 1B നോക്കാം. 1Aയിൽ സി ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെയായിരുന്നു. ഇനി നമുക്ക് 1B നോക്കാം. മ്യൂസിക് ആൻഡ് ആർട്ട് ഡാൻസ് ആർട്ട് ഫോംസ്. മ്യൂസിക് ഫോമും ഡാൻസ് ഫോംസും ആണ്, ആർട്സ് ഫോംസും ആണ്. സം ആർട്ട് ഫോംസ് performed in the school കലോത്സവം are given below. Classify them into the following table. ഇവിടെ കുറച്ച് കലോത്സവത്തിൽ നിന്ന് പങ്കെടുത്ത കുറച്ച് ആർട്ട് ഫോംസ് നൽകിയിട്ടുണ്ട്. അതിനെ ഒന്ന് ഡാൻസ് ഫോം ആക്കി എഴുതണം, മറ്റേത് എന്താണ്? മ്യൂസിക് ഫോം. മ്യൂസിക് ഫോം ആണ് ഇവിടെ വരിക. ഇവിടെ നൽകിയിട്ടുള്ളതിൽ ഡാൻസ് ഫോം വന്നത് ഒപ്പനയ്ക്ക് ഡാൻസ് ഫോം ആണ് വന്നത്. ഒപ്പന ഡാൻസ് ഫോം ആണ്. അതുപോലെ തന്നെ തിരുവാതിര ഡാൻസ് ഫോം ആണ്. അടുത്ത മാർഗംകളി ഡാൻസ് ഫോം ആണ്. മാർഗംകളി ഡാൻസ് ഫോം ആണ്. തുള്ളലും ഡാൻസ് ഫോം ആണ്. മ്യൂസിക് ഫോം വരുന്നത് ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, മാപ്പിളപ്പാട്ട്, നാടൻ പാട്ട്. ഇത്രയുമാണ് മ്യൂസിക് ഫോംസിൽ വരുന്നത്. അതായത് മ്യൂസിക് ആയിട്ട് വരുന്നത് ഒപ്പന ഡാൻസ് ആണ്, തിരുവാതിര ഡാൻസ് ആണ്, തുള്ളൽ ഡാൻസ് ആണ്, മാർഗംകളി ഡാൻസ് ആണ്. ലൈറ്റ് മ്യൂസിക് ആണ്, ക്ലാസിക്കൽ മ്യൂസിക് ആണ്, ഫോക്ക് സോങ് മ്യൂസിക് ആണ്, മാപ്പിളപ്പാട്ട് മ്യൂസിക് ആണ്. ബ്ലാക്ക് ടിക്ക് കൊടുത്തിരിക്കുന്നത് ഡാൻസ് ഫോമും റെഡ് ടിക്ക് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് ആർട്ട് ഫോമും ആണ്. ഓക്കെ. ബി ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ആർട്ട് ഫോം ഫ്രം ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോം പോപ്പുലർ ടു നോർത്ത് കേരള.
വടക്കൻ കേരളത്തിലെ ഒരു കൂടുതൽ കാണപ്പെടുന്ന കലയാണ്. വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്നതാണ്. വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ളതാണ്. രണ്ടാമത്തത് ദ മെയിൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദിസ് ഈസ് ദ ചെണ്ട. ചെണ്ടയാണ് ഇതിലെ മെയിൻ വാദ്യോപകരണം എന്നാണ് പറയുന്നത്. അതിന്റെ ഉത്തരം വരുന്നത് കൂടിയാട്ടമാണ് ഉത്തരം. ബിയുടെ ശരി ഉത്തരം കൂടിയാട്ടമാണ്. ബിയുടെ ശരി ഉത്തരം കൂടിയാട്ടം. അടുത്ത സി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ കോസ്റ്റ്യൂംസ് ഓഫ് തിരുവാതിരക്കളി ആൻഡ് മംഗളംകളി. തിരുവാതിരക്കളിയും മംഗളംകളിയുടെ വേഷവിധാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ദ കോസ്റ്റ്യൂം ഫോർ മാർഗംകളി ഈസ് ചട്ട ആൻഡ് മുണ്ട്. ചട്ടയും മുണ്ടുമാണ് മാർഗംകളിയുടെ വേഷം എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. രണ്ടാമത്തത് ഇൻ തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വെയർ ദ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഓഫ് കേരള. കേരളത്തിന്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് തിരുവാതിരക്കളിക്ക് ധരിക്കുന്നത്. അതും ശരിയാണ്. സിൽക്ക് സാരി ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ആർട്ട് ഫോം. രണ്ടിനും സിൽക്ക് സാരിയാണ് ഉപയോഗിക്കുന്നത്. തെറ്റാണ്. there is no special costume for both art form. രണ്ടിനും സ്പെഷ്യൽ കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. രണ്ടും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരി വരുന്നത് 1ഉം 2ഉമാണ് ശരി. അപ്പോൾ സി ആണ് ശരി ഉത്തരം. 1ഉം 2ഉമാണ് ശരി ഉത്തരം. ഇവിടെ വരുന്ന കൂടിയാട്ടമാണ് കേട്ടോ. കൂടിയാട്ടം ബിയുടെ ആൻസർ. രണ്ടാമത്തെ ആക്ടിവിറ്റി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബേർഡ്സ്. ഇവിടെ ബേർഡ്സിന്റെ കൊക്ക് തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ നഖം തന്നിട്ടുണ്ട്, ബീക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. അതിന്റെ പ്രത്യേകത നോക്കി എഴുതാനാണ്. ഐഡന്റിഫൈ ദ ബോഡി പാർട്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ക്ലാസിഫൈ ദം അക്കോർഡിംഗ് ടു ദ അഡാപ്റ്റേഷൻ ഫോർ കളക്ടിങ് ദെയർ ഫുഡ്. പക്ഷികളുടെ ശരീരഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവയുടെ ആഹാര സമ്പാദന രീതി എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. ആഹാരം അവർ കണ്ടെത്തുന്ന രീതി എങ്ങനെയാണെന്ന് എഴുതുക. ഇവിടെ ഒന്നാമത്തേത് വെള്ളത്തിൽ ഇരതേടുന്നവരാണ്. ഹൺ ഫോർ പ്രേ ഇൻ ദ വാട്ടർ. അവരുടെ ചുണ്ടുകട ഹൺ ഫോർ പ്രേ ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ ഇരതേടുന്നവരാണ് ഇത്. ഇനി ഈ ഇങ്ങനെ നഖമുള്ളവരെന്താ? ജീവികളെ കഴിക്കുന്നവരായിരിക്കും. ജീവികളെ കഴിക്കുന്ന പക്ഷികളായിരിക്കും. പരുന്ത് പോലുള്ളത് ജീവികളെ കൊത്തിക്കൊണ്ടുപോയി കഴിക്കുന്ന പക്ഷികളായിരിക്കും ഇതുപോലുള്ള നഖം വരുന്നത്. ഇനി ഇവിടെയോ ഹമ്മിങ് ബേർഡിന്റെയോ തേൻ കുടിക്കുന്നവരായിരിക്കും. തേൻ കുടിക്കുന്നവരായിരിക്കും ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. മേക്ക് griddles of peculiarities of birds. Example, my color is greenish blue, my legs are red in color, I am small in size, I live near the water bodies, my favorite food is small fish, I have feathers of many colors, I make chee 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 sound, who am I? നമുക്കറിയാം ഇതാരാണ്? കിങ്ഫിഷർ, പൊന്മാനാണ്. കിങ്ഫിഷർ പൊന്മാനാണ് ഇതിന്റെ ഉത്തരം വരിക. കിങ്ഫിഷർ പൊന്മാൻ. ഓക്കെ. അതുപോലെ തന്നെ ഡക്കിനെ കുറിച്ചും ക്രോയെ കുറിച്ചും ഇതുപോലെ റിഡിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. താറാവും കാക്കയും. താറാവിനെ കുറിച്ചും കാക്കയെ കുറിച്ചും ഇതുപോലെ റിഡിൽ ഉണ്ടാക്കുക. ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ്. ടേക്ക് എ പ്ലാസ്റ്റിക് ബോട്ടിൽ ആൻഡ് പ്ലേസ് എ സ്മോൾ സ്റ്റിക്ക് ഓർ എ മാച്ച് സ്റ്റിക്ക് ഇൻ ഇറ്റ്സ് മൗത്ത്. ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിന്റെ വായ് ഭാഗത്ത് ഒരു ഈർക്കിലോ തീപ്പെട്ടിക്കൊള്ളിയോ വയ്ക്കുക. When we blow hard into the bottle, the stick or matchstick come out. Why? എന്നിട്ട് നമ്മൾ ശക്തിയായി അകത്തേക്ക് ഊതുമ്പോൾ ഈർക്കിൽ പുറത്തേക്ക് തെറിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. Which of the following statement is correct? Put a tick mark the correct one. ഒന്നാമത്തെ ഇതിൽ ഏതാണ് ശരി? ടിക്ക് മാർക്ക് കൊടുക്കാനാണ്. ഒന്നാമത്തേത് the stick comes out of the bottle because it does not get a space to occupy. കുപ്പിക്കകത്ത് നിലനിൽക്കാൻ അതിന് സ്ഥലമില്ലാത്തതിനാലാണ് ഈർക്കിൽ പുറത്തേക്ക് വന്നതെന്നാണ് പറയുന്നത്. ബി. ദ സ്റ്റിക്ക് കുഡ് നോട്ട് ഗെറ്റ് ഇൻസൈഡ് ബിക്കോസ് ദ ബോട്ടിൽ ഈസ് ടു സ്മോൾ. കുപ്പി ചെറുതായതിനാൽ ഈർക്കിലിനകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. സി ഓപ്ഷൻ. ദ സ്റ്റിക്ക് കുഡ് നോട്ട് ഗെറ്റ് ഇൻസൈഡ് ദ ബോട്ടിൽ ബിക്കോസ് ദർ ഈസ് എയർ ഇൻ ഇറ്റ്. കുപ്പിക്കുള്ളിൽ വായു ഉള്ളതിനാൽ ഈർക്കിലിനകത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. ദ സ്റ്റിക്ക് കെയിം ഔട്ട് ബിക്കോസ് ദർ ഈസ് നോ എയർ ഇൻ ദ ബോട്ടിൽ. ബോട്ടിൽ വായു ഇല്ലാത്തതിനാൽ ആണ് ഈർക്കിൽ പുറത്തേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. The stick could not get inside the bottle because there is air in it. കുപ്പിക്കുള്ളിൽ വായു ഉള്ളതിനാൽ ഈർക്കിലിനകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. അതാണ് ശരി ഉത്തരം. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ. If you want to stick to go into the bottle, what changes should be made in the materials used for the experiment?
ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം തയ്യാറാക്കി കുറിപ്പ് എഴുതുക. മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ, ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ്. എക്സ്പെരിമെന്റ് എഴുതാനുള്ളതായിരുന്നു ബി ക്വസ്റ്റ്യൻ. നാലാമത്തത് വെറൈറ്റി ഓഫ് ഫെസ്റ്റിവൽസ്. ഫ്രണ്ട്സ് ഓഫ് ക്ലാസ് 4 ആർ കണ്ടക്ടിങ് എ പിക്ചർ എക്സിബിഷൻ ഓഫ് ഡിഫറെന്റ് ഫെസ്റ്റിവൽ ഇൻ ദ സ്കൂൾ. ഹെൽപ് ദം കംപ്ലീറ്റ് ദ ഇൻഫർമേഷൻ. ഇവിടെ കൂട്ടുകാര് വിവിധ ഉത്സവങ്ങളുടെ ചിത്ര പ്രദർശനം നടത്തുകയാണ്. അതിന്റെ പ്രദർശനത്തിലെ പ്രധാന വിവരങ്ങളാണ് തൃശ്ശൂർ പൂരം, ചെണ്ടമേളമുണ്ട്, എലിഫന്റ് വെയറിംഗ് കാപ്പേഴ്സൺ നെറ്റിപ്പട്ടം, പിന്നെ അതുപോലെ ഫയർ വർക്ക്സ്, കുടമാറ്റം, ഇതൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓണം സെലിബ്രേഷൻ നമുക്ക് 4 കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെ എഴുതാം? പൂക്കളം എഴുതാം, മാവേലി എഴുതാം, ഊഞ്ഞാൽ എഴുതാം, സദ്യ എഴുതാം. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഓണം സെലിബ്രേഷനിൽ ഉൾപ്പെടുത്താം. ബി, വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഓണം ആൻഡ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിനും ഓണത്തിനും ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? ഓണം ഈസ് ദ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള. ശരിയാണ്, കേരളത്തിന്റെ ദേശീയോത്സവമാണ്. തൃശ്ശൂർ പൂരം ഈസ് നോൺ ആസ് പൂരങ്ങളുടെ പൂരം. തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നു. ശരിയാണ്. ബോത്ത് ആർ റിച്വൽ ആർട്ട് ഫോം. രണ്ടും അനുഷ്ഠാന കലകളാണ്. തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി വരുന്നത്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം ശരിയെന്ന് പറയുന്നത് സി ആണ് ശരി ഉത്തരം. 1ഉം 2ഉം ശരി. ഓക്കെ. അഞ്ചാമത്തെ ആക്ടിവിറ്റി 5A and 5B ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5A, ലെറ്റ്സ് മെഷർ ദ വെയിറ്റ്. വിച്ച് ബോട്ടിൽ ഹാസ് മോർ വെയിറ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. വെയിറ്റ് കൂടുതൽ, വെള്ളം കൂടുതൽ ഉള്ളതിനായിരിക്കും അല്ലേ? അപ്പോൾ ഏതാണ്? ബോട്ടിൽ 2 ആണ് മോർ വെയിറ്റ് ഉള്ളത്. ഇനി അതിലുള്ള അടുത്ത ചോദ്യം, ഇവിടെ ബലൂൺ 1, ഇതൊരു ത്രാസാണ്. ബലൂൺ 1, ബലൂൺ 2 ഉണ്ട്. ബാലൻസിൽ ഡ്രോ ദ ചേഞ്ചസ് ഇൻ ദ ബലൂൺ ആൻഡ് ബാലൻസ് വെൻ ബലൂൺ 1 ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ബലൂൺ 1ല് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? എന്താണ്? വെള്ളം നിറച്ച ഭാഗം താഴും. വെള്ളം നിറയ്ക്കുന്ന ബലൂൺ 1ലാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? താഴും എന്നാണ് എഴുതേണ്ടത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ബാലൻസ് ആൻഡ് ബലൂൺ? ബാലൻസും ബലൂണും, ത്രാസും ബലൂണിനും മാറ്റങ്ങൾ വന്നതിന്റെ കാരണം എന്തെന്നാണ് ചോദിക്കുന്നത്. ദ സൈസ് ഓഫ് ബലൂൺ ഇൻക്രീസ്, ദ സൈസ് ഓഫ് ബലൂൺ ഡിക്രീസ്, ദ സൈസ് ഓഫ് ബലൂൺ ഡസ് നോട്ട് ചേഞ്ച്. ദ സൈസ് ഓഫ് ബലൂൺ എന്ത് ചെയ്തു? ഇൻക്രീസ് ആയി. സൈസ് ഓഫ് ബലൂൺ ഇൻക്രീസ് ആണ് ശരി ഉത്തരം. ബലൂണിന്റെ വലിപ്പം കൂടുന്നതാണ്. വെൻ ദ വെയിറ്റ് ഓഫ് ബലൂൺ ഇൻക്രീസ്, ബലൂണിന് ഭാരം വർദ്ധിക്കുന്നതിനാൽ ദ ബാലൻസ് ടിൽറ്റ്സ് ടുവേർഡ്സ് ദ വാട്ടർ ഫിൽഡ് ബലൂൺ. വെള്ളം നിറച്ച ബലൂണിന്റെ വശത്തേക്ക് ത്രാസ്, ഈ ബാലൻസ് താഴുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്, ദ ബാലൻസ് റൈസസ് ടുവേർഡ്സ് ദ വാട്ടർ ഫിൽഡ് ബലൂൺ. വെള്ളം നിറച്ച ബലൂണിന്റെ വശത്തേക്ക് ത്രാസ് പൊന്തുന്നു. മൂന്നാമത്, ദ ബാലൻസ് ടിൽറ്റ്സ് ടുവേർഡ്സ് ദ ബലൂൺ വിച്ച് ഈസ് നോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ. വെള്ളം നിറയ്ക്കാത്ത ബലൂണിന്റെ വശത്തേക്ക് ത്രാസ് താഴുന്നു. എവിടെ ത്രാസ് താഴുക? വെള്ളം നിറച്ച ബലൂണിന്റെ വശത്തേക്കായിരിക്കും ത്രാസ് താഴുന്നത്. അപ്പോൾ ഇവിടെയാണ്. വെള്ളം ഫില്ല് ചെയ്ത ബലൂണിന്റെ വശത്തോട്ടാണ് ബാലൻസ് താഴുക. 5B നോക്കാം. വിൽ ചേഞ്ച് ഷേപ്പ്. ഷേപ്പിന് മാറ്റം വരുന്നുണ്ടോ? ആകൃതി മാറുമോ എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് എ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൻ പിക്ചർ. ബോട്ടിലുണ്ട്, സ്റ്റിക്ക് ഉണ്ട്, മിൽക്ക് ഉണ്ട്. ഒന്നാമത്തത്, when the milk is transferred from the small bottle into the big bottle. ചെറിയ ബോട്ടിൽ നിന്ന് പാല് വലിയ ബോട്ടിലോട്ട് മാറ്റി. What changes occur in the shape of the milk? മിൽക്കിന്റെ ഷേപ്പിന് മാറ്റം വരുമോ? എന്തായിട്ട് മാറും? കുപ്പിയുടെ ആകൃതിയിലോട്ട് എന്ത് ചെയ്യും? മാറാം. ബിഗ് ബോട്ടിലിന്റെ ആകൃതിയിലോട്ട്, അത് ഷേപ്പിലോട്ട് അത് മാറും. What change will occur in the shape of the log when the log is fixed inside the big bottle? ഈ മരകഷ്ണം, ഈ കാണുന്ന മരകഷ്ണം വലിയ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ മരകഷ്ണത്തിന്റെ ആകൃതിക്ക് എന്ത് മാറ്റമാണ് വരുന്നത്? മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ചേഞ്ച് ഉണ്ടാവുന്നില്ല. റൈറ്റ് ഡൗൺ എനി 4 എക്സാമ്പിൾസ് ഓഫ് സോളിഡ്സ്. ഖരത്തിന് 4 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറയുന്നത്. കല്ലെഴുതാം, പേന എഴുതാം, കസേര എഴുതാം, വാഹനം എഴുതാം, എന്ത് വേണം, മേശ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. ടേബിൾ, പെൻ, സ്റ്റോൺ, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക്. ഇതിൽ ഏതാണോ ശരി അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. എ സ്റ്റോൺ ഡസ് നോട്ട് നീഡ് എ സ്പേസ് ടു ഓക്കുപൈ. കല്ലിന് സ്പേസിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇൻഫ്ലേറ്റഡ് ബലൂൺ ഹാസ് നോ വെയിറ്റ്. വീർപ്പിച്ച ബലൂണിന് ഭാരമില്ല എന്നാണ് പറയുന്നത്. മിൽക്ക് ക്യാൻ ഫ്ലോ. പാലിന് ഒഴുകാൻ ശേഷിയുണ്ടെന്ന് പറയുന്നു. ഐസ് ക്യൂബ് ഡസ് നോട്ട് ഹാവ് എ ഫിക്സ്ഡ് ഷേപ്പ്. ഐസ് ക്യൂബിന് നിശ്ചിത ആകൃതി ഇല്ലെന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ശരി ഉത്തരം? പാൽ എന്ത് ചെയ്യും? ഒഴുകാൻ ശേഷിയുണ്ട്. പാലിന് ഒഴുകാൻ കഴിയും. മിൽക്ക് ക്യാൻ ഫ്ലോ. അപ്പോൾ ഇതാണ് 5B ചോദ്യത്തിന്റെ ഉത്തരം.
അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.